അതുകൊണ്ടാണ് ഞങ്ങൾ പോയിക്കോളെന്ന് പറഞ്ഞ അല്ലാണ്ട് വേറെ ജോസുട്ടി ഇത് എത്ര നേരമായി വിളിക്കണേ ഇങ്ങോട്ട് വേഗം പായോ ഇങ്ങോട്ട് അല്ല ഒന്നുമില്ല ഞാനേ എന്താച്ചാല് ഇത് നമ്മുടെ വാസുട്ര കൂട്ടുകാരനാണേ നല്ല മനുഷ്യനാണ് വീരൻ നല്ല മാന്യനായിട്ടുള്ള ഒരാളാണ് ഇപ്പൊ വാസുട്ടിനെ തെരഞ്ഞു വന്നാണ് ഇപ്പൊ വാസുട്ടി എവിടെ ഇപ്പൊ ഉള്ളത് അയ്യോ വാസുട്ടി തലശ്ശേരിക്ക് ഞാൻ പറഞ്ഞില്ല ഓ അങ്ങനെയാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞതല്ല പിന്നെ അല്ല അപ്പൊ ഒന്ന് വിളിച്ചിട്ട് വരായിരുന്നില്ലേ ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല ഫോൺ ഉപയോഗിക്കില്ല ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായി ഞാനാ കൊണ്ടുപോയി ആക്കിയത് നിങ്ങള് ഒരു കാര്യം ചെയ്തോളാം ഇപ്പൊ എവിടെ ഉണ്ടാവുക ഇപ്പൊ ബസ് സ്റ്റാൻഡിലുണ്ട് ബസ് കിട്ടിയിട്ടില്ല ബസ് സ്റ്റാൻഡിലുണ്ട് ബസ് സ്റ്റാൻഡ് ഉണ്ടോ അല്ല നിങ്ങളൊരു കാര്യം ചെയ്തോ വേഗം ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കോളി അവർ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റില്ല പറഞ്ഞ വിഷമമുണ്ട് അതെ വിഷമം ഞങ്ങൾക്കും ഉണ്ട് എന്താ പക്ഷേ പക്ഷെ നിങ്ങളിപ്പോ നിവർത്തിയില്ലല്ലോ നിങ്ങള് പോവാണ് നല്ലേ നിങ്ങളേ ഇപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയിക്കോളി ഓന്റെ ഒരു ഇത് ഇപ്പൊ തലശ്ശേരിക്ക് എത്തിയാ പിന്നെ ഈ തലശ്ശേരി ചെന്നാലും കാണാം അവിടുത്തെ ടൗൺ ഹാളിലാണ് ഇപ്പൊ ഇനി ഒരു മാസത്തേക്ക് പണി തലശ്ശേരിയിലാ ടൗൺ ഹാളിലാണ് തലശ്ശേരി എന്ന് പറയുമ്പോ തന്നെ തലവേദന അത്രയും ദൂരം ഒന്നും പോവാൻ വളരെ ബുദ്ധിമുട്ടാണത് അതെ അല്ലേ അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയിക്കോളി അതല്ല അതെ ഞാനൊരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പൊ എല്ലാ ബാധ്യതകളും തീർത്തോണ്ട് വരികയാണ് വാസുകുട്ടിയെ കണ്ട ആ ബാധ്യത അങ്ങ് തീർക്കാന്ന് വിചാരിച്ചു അല്ല ഓനിക്കിപ്പോ അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല ഇപ്പൊ നല്ല സ്ഥിതിയിലൊക്കെ തന്നെയാണ് കൊടുത്തില്ലും കുഴപ്പമൊന്നുമില്ല അല്ല വാസുകുട്ടി എന്നെ സഹായിച്ചു എനിക്ക് കിട്ടി ഞാൻ അനുഭവിച്ചു അതുപോലെ വാസുകുട്ടി അനുഭവിക്കണം എന്റെ ഒരു ആഗ്രഹമാണത് കാണാൻ പറ്റാത്ത വലിയ വിഷമമുണ്ട് അതിപ്പോ നടക്കും തോന്നിയില്ല അതിപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ നിങ്ങളിപ്പോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നാ ചിലപ്പോ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരാളാണ് ഒരു മര്യാദ കാണിച്ചൊന്ന് കൊണ്ടാക്കി കൊടുക്കുക അവിടെ പിന്നെന്താ എന്നാ അങ്ങനെ ആവട്ടെ എന്തില്ലാന്ന് ഒന്നും ഞങ്ങളോടല്ല നിങ്ങൾ പോയിക്കോളി കൊണ്ടാക്കി കൊടുക്കട്ടോ കാണാൻ പറ്റിയാ മതി ബസ് സ്റ്റാൻഡിലുള്ളു ബസ് സ്റ്റാൻഡിലുണ്ടാള് ആ ബാഗ് ഫ്രണ്ടിൽ വെച്ചോളിട്ടോ ഫ്രണ്ടില് വെച്ചോളി നമുക്ക് കേറിക്കോ ബൈക്ക് കയറി ശീലമല്ലോ ഒന്ന് നിൽക്കണേ പിടിച്ചിരുന്നാ മതി ഇരുന്നാ ഓക്കെ ഓക്കെ അപ്പുറം വാസുട്ടേട്ടന്റെ വീട് അപ്പുറം ഇത് പരീക്കാന്റെ മനസ്സിലാക്കണം വാസുട്ടേട്ടാ 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 ഒരാവശ്യത്തിന് കിട്ടൂല വാസുട്ടേട്ടാ മുട്ടണ്ട ഞാൻ മുട്ടും പരീക്ക പരീക്ക വന്നേ അതെന്താ മിജ് എന്താ ഇവിടെ ഈ വാസുട്ടേട്ടാണ് പോയി നാട്ടിൽ പോയില്ലേ ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ നമ്മൾ ഇയാളെ കണ്ടു ഇയാളെ ഇയാൾക്ക് വാസുട്ടേട്ടനെ കാണണം അല്ല അപ്പൊ നിങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയില്ലേ ബസ് സ്റ്റാൻഡിൽ പോയി പോയപ്പോ പുള്ളി പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു മണ്ടനാണ് ഇയാൾ ഈടെ വന്നിട്ട് മടങ്ങിപ്പോയാലും ഞാൻ എന്റെ ബുദ്ധിയോട് തിരിച്ചില്ല കിട്ടേക്ക് എന്നെ കൊണ്ടു ഇങ്ങോട്ട് വന്ന ഞാനൊരു കണക്കിനാണ് മൂപ്പറിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അയാൾക്ക് തലക്ക് ഭ്രാന്താണ് ആര് പറഞ്ഞത് ഒരു ഭ്രാന്തുമില്ല ഒന്നുമില്ല അയാളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് 48,000 റുപ്യ അത് വാസുട്ടേട്ടനെ നേരിട്ട് ഏൽപ്പിക്കണം ഞാൻ ബാഗിൽ കണ്ടതല്ലേ തുറന്നിട്ട് എന്നെ കാണിച്ചു തന്നു അതില് ചുറ്റികല്ലേ ചുറ്റിക ഒരു ഒന്നുമില്ല ഞാൻ ശരിക്കും കണ്ടു പൈസ കൈയുണ്ടോ അതെ അല്ല നിങ്ങളിപ്പോ ശരിക്കും വാസുട്ടിക്ക് കായ് കൊടുക്കാൻ വന്ന തന്നെയാണ് അല്ലേ വാസുട്ടിയെ കാണണം കാശ് കൊടുക്കണം സമാധാനമായിട്ട് കാണണം ഒന്ന് സംസാരിക്കണം പോണം അത്രേ ഉള്ളൂ അതെ കായ് നിങ്ങളിലുണ്ടോ ഇതിൽ കാശല്ലേ ഇരിക്കുന്നത് രണ്ട് ചുറ്റിക അല്ല വേറെ ചുറ്റിക്കളിയൊന്നും ഇല്ലല്ലോ എന്ത് ചുറ്റിക്കളി കാശ് കൊടുക്കണം ഒന്ന് കാണണം പോണം അത്രേ ഉള്ളൂ എവിടെ കായ് കാശതായിരിക്കല്ലേ ശരിയാ ഒരു മിനിറ്റ് കേട്ടോ ഞങ്ങൾ പോയ ഉടനെ വാസുട്ടി വന്നിങ്ങടേ വന്നാ അത് ശരി വാസുട്ടിയേ എന്താണ് വാതിൽ തുറക്കണോ അത് വീരാനാണ് അല്ല വീരനാണ് വീരൻ പറഞ്ഞു വിടണോ വലിയ കുഴപ്പമില്ലാന്ന് ഓൻ കായായിട്ട് വന്നേക്കണേ ഞാൻ കണ്ട് കായ് ഞാൻ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങ്
കായ് ഞാൻ കണ്ടോ, എനിക്ക് കായ് തരാൻ വന്നേക്കാണ് വീരൻ. അല്ല വീരൻ, ഇജ്ജ് ഭാര്യോർക്ക് വേണ്ട എനിക്ക് കായ് എത്താൻ വന്നേക്കണേ. വീര വാസൂട്ടി എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖമാടാ. ആളെ മനസ്സിലായില്ലേ? മനസ്സിലായി. അതെ, നീ ഇവിടെ വന്നു പറഞ്ഞു, ഒന്ന് പെട്ടെന്ന് പോയി. എവിടെയൊക്കെ തിരക്കിടാ നിന്നെ. അതെയോ? നീ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു, തൃശ്ശൂർ ഇവിടെ പോയെന്ന് പറഞ്ഞു. ഞാൻ വേറെ വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്, പക്ഷെ പോയില്ല. വേണ്ട വെച്ചു. ഞാൻ എത്ര നാളാടാ കണ്ടിട്ട്. കൊറേ അല്ല നിങ്ങളിപ്പോ ഞാൻ ഒരു കാര്യം പറട്ടെ, നിങ്ങളിപ്പോ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ കാണണല്ലോ. എന്താ നീ എന്നെ മറന്നല്ലടാ നീ. എങ്ങനെ മറക്കാൻ പറ്റും? ഡേ നിനക്ക് ഓർമ്മയുണ്ട, പല തവണ നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നീ അതൊക്കെ മറക്കും. അതൊന്നും ഇപ്പൊ പറയണ്ട. പക്ഷെ നീ വീരം മറക്കില്ല. ഞാൻ എല്ലാം കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. ആ കണക്കൂട്ടി വെച്ച പൈസ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ കയ്യിലേ ദാ. ബുദ്ധിമുട്ടാണ് നീ വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളല്ലേ ഈ വാസു. എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ ആയി വാങ്ങ്. അപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, ഒരു തീർത്ഥാടനത്തിന് പോകണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ആ യാത്ര പോവാൻ കാണാം നമുക്ക്. ഓ ആയിക്കോട്ടെ, സന്തോഷം. ഇത്രയുള്ള സംഗതി. അപ്പൊ ഇറങ്ങട്ടെ എന്നാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി, ഓക്കെ. അതെന്തൊക്കെ കഴിച്ചിട്ട് പോവാ. അയ്യോ വേണ്ട വേണ്ട, കഴിക്കണ്ട വേണ്ട. വസന്തി കഴിച്ചിട്ട് ചായ എന്തെങ്കിലും കുടിക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട. അപ്പൊ എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി, പോവാം. ഒന്ന് കൊണ്ടാക്കി കൊടുക്കുന്നു, ബസ് സ്റ്റാൻഡിൽ ഒന്ന് കൊണ്ടാക്കി കൊടുക്കും. ഞാൻ ചായ കുടിച്ചിട്ട് പോയാലോ? കൊണ്ടാക്കി കൊടുക്കും നമുക്ക്. എന്താ? ശരി ശരി. പാവട്ടാ, നല്ലൊരു മനുഷ്യൻ. ഈ മനുഷ്യനെ ഇങ്ങനെ സംശയിച്ചായി. അല്ല, എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടിയില് അനക്ക് തോന്നിയതാവും. ഇജ്ജ് പറഞ്ഞപ്പോ ഇക്കും തോന്നിയില്ല അയാൾക്ക് ഭ്രാന്താന്ന്. അത് നിന്റെ വാസുട്ടിയായിട്ട് അങ്ങനത്തെ മനുഷ്യരൊക്കെ നിങ്ങള് സംശയിക്കാൻ പോയാലോ? ഇതിപ്പോ കുഞ്ഞുട്ട് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ? ജീവിത അവസാനം വരെ നിങ്ങൾ പറയും മൂപ്പരിക്ക് വട്ടാണ്. നമ്മളും പറയൂലേ വട്ടായിരുന്നു. ഇതാണ് പറയണത്, അനാവശ്യമായിട്ട് ഒരാളെ സംശയിക്കരുത് എന്ന്. വളരെ ശരിയത്. സംശയിക്കണതോ?